ആക്സിലറേഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ആക്സിലറേഷനെ കുറിച്ചാണ്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം. അതായത് ടൈമിനനുസരിച്ച് വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടായാൽ അവിടെ എന്തുണ്ടാകും? ആക്സിലറേഷൻ ഉണ്ടാകും. ആക്സിലറേഷനെ എ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ആക്സിലറേഷൻ എ ഈക്വൽ ടു എന്താണെന്നാണ് പറഞ്ഞത്? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. Acceleration A equal to change in velocity divided by time. ഇനി വെലോസിറ്റിക്ക് നമ്മൾ പറഞ്ഞ പോസിറ്റീവ് വാല്യൂ ഉണ്ട്, നെഗറ്റീവ് വാല്യൂ ഉണ്ട്, സീറോ വാല്യൂ ഉണ്ട്. അതേപോലെ ആക്സിലറേഷനും പോസിറ്റീവും നെഗറ്റീവും സീറോയും വാല്യൂ ഉണ്ട്. ഇനി വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആക്സിലറേഷനും എന്താണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഇനി ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചാണ്. എത്രയാണ്? LT⁻². ഇനി ആക്സിലറേഷൻ്റെ യൂണിറ്റ് എന്താണ്? വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ബൈ സെക്കൻഡ്. അപ്പോൾ ആക്സിലറേഷൻ്റെ യൂണിറ്റ് എന്ത് വരും? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ വരും. അപ്പോൾ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം. വെലോസിറ്റിക്ക് പോസിറ്റീവ് വാല്യൂ നെഗറ്റീവ് വാല്യൂയും സീറോ വാല്യൂ ഉണ്ട്. അതേപോലെ ആക്സിലറേഷനും പോസിറ്റീവും നെഗറ്റീവും സീറോയും വാല്യൂസ് ഉണ്ട്. പിന്നെന്താ പറഞ്ഞത്? ആക്സിലറേഷൻ എന്ന് പറയുന്ന ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് LT⁻². ആണ്. ആക്സിലറേഷൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അടുത്തത് ആവറേജ് ആക്സിലറേഷൻ. നമ്മൾ ആവറേജ് വെലോസിറ്റി പഠിച്ചപ്പോൾ തന്നെ ആവറേജ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ A ബാർ ആണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ കറസ്പോണ്ടിങ് ടൈം ഇൻ്റർവെൽ. ആവറേജ് ആക്സിലറേഷൻ ഈസ് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ കറസ്പോണ്ടിങ് ടൈം ഇൻ്റർവെൽ. ചേഞ്ച് ഇൻ വെലോസിറ്റി നമുക്ക് എങ്ങനെ എഴുതാം? V2 - V1 ഡിവൈഡ് ബൈ അതെടുക്കുന്ന ടൈം T2 - T1. V2 - V1 നമുക്ക് ചേഞ്ച് ഇൻ വെലോസിറ്റി ΔV ബൈ ΔT എന്ന് എഴുതാം. അപ്പോൾ ആവറേജ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ΔV ബൈ ΔT, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ കറസ്പോണ്ടിങ് ടൈം ഇൻ്റർവൽ ആണ്. ഇനി ഒരു വെലോസിറ്റി ടൈം ഗ്രാഫാണ് നമ്മൾ വരച്ചേക്കുന്നത്. ഇതിൻ്റെ സ്ലോപ്പ് എടുക്കുമ്പോൾ, സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ആ സ്ട്രെയിറ്റ് ലൈനിൻ്റെ അടിയിൽ ട്രയാങ്കിൾ പോർഷൻ എടുത്തിട്ട് അവിടുന്ന് ഏത് വാല്യൂ കണ്ടുപിടിക്കണം? Y/X വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ ഈ പോയിന്റ് എന്ന് പറയുന്നത് V1ഉം ഈ പോയിന്റ് എന്ന് പറയുന്നത് V2ഉം കറസ്പോണ്ടിങ് ടൈം ഇൻ്റർവൽസ് T1 ഇത് T2ഉം ആണെങ്കിൽ നമുക്ക് സ്ലോപ്പ് എടുക്കുമ്പോൾ എന്ത് കിട്ടും? സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ BC/AB ആണ്. ബിയിലെ വാല്യൂ എത്രയാണ്? V1, സിയിലെ വാല്യൂ V2. അത് നമുക്ക് എങ്ങനെ എഴുതാം? V2 - V1 ഡിവൈഡഡ് ബൈ കറസ്പോണ്ടിങ് ടൈം ഇൻ്റർവൽ T2 - T1. അപ്പോൾ സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് നമുക്ക് എന്ത് തരും? ആവറേജ് ആക്സിലറേഷൻ തരും. നേരത്തെ ഇതേപോലെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ഗിവ്സ് ആവറേജ് വെലോസിറ്റി. അപ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് നമുക്ക് ആവറേജ് വെലോസിറ്റി തരുന്നു. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് നമുക്ക് എന്ത് തരുന്നു? ആവറേജ് ആക്സിലറേഷൻ. ആവറേജ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ കറസ്പോണ്ടിങ് ടൈം ഇൻ്റർവൽ. അടുത്തത് വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി മൂവിങ് വിത്ത് യൂണിഫോം വെലോസിറ്റി. അതായത് യൂണിഫോം വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന് വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാം. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ് യൂണിഫോം വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഏത് ടൈമിൽ നോക്കിയാലും അതിൻ്റെ വെലോസിറ്റി എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈനാണ് ടൈം ആക്സിസിന് പാരലായിട്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഏരിയ അണ്ടർ ദ ഗ്രാഫ് കണ്ടുപിടിക്കാൻ പോകും. ഇപ്പോൾ ഏരിയ അണ്ടർ ദ ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഇത്രയും പോർഷൻ്റെ ഏരിയ അല്ലയോ? ഇത്രയും പോർഷൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ്? റെക്റ്റാങ്കിൾ ആണ്. അപ്പോൾ ഏരിയ എന്ന് പറയുന്ന റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ ഇവിടെ ലെങ്തും ബ്രെഡ്ത്തും ആയിട്ട് വരുന്നത് വെലോസിറ്റിയും ടൈമും അല്ലയോ? അപ്പോൾ ലെങ്ത് എന്ന് പറഞ്ഞാൽ ടൈമും ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് വെലോസിറ്റിയാണ്. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് ടൈം ഇൻറ്റു വെലോസിറ്റി ഉണ്ട്. നമുക്കറിയാം വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം അല്ലയോ? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. അപ്പോൾ വെലോസിറ്റി ഇൻറ്റു ടൈം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വെലോസിറ്റി ഇൻറ്റു ടൈം നമുക്ക് എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടത്തില്ലയോ? എന്താണ് ഏരിയ അണ്ടർ ദ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ റെക്റ്റാങ്കിളാണ്. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ T ഇൻറ്റു V. നമുക്കറിയാം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. അപ്പോൾ വെലോസിറ്റി ഇൻറ്റു ടൈം ഈക്വൽ ടു എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. അപ്പോൾ
ഒരു യൂണിഫോം വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ അണ്ടർ ദ ഗ്രാഫ് നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടി. അപ്പോൾ നമുക്ക് എന്തെന്ന് പറയാം? ഏരിയ ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ഡിസ്പ്ലേസ്മെൻറ്റ്. പിന്നെ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് നമുക്ക് എന്ത് തന്നു? ആവറേജ് ആക്സിലറേഷൻ. സ്ലോപ്പ് ഓഫ് velocity time graph gives average acceleration. Area under the velocity time graph gives displacement. അടുത്തത് ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ. ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിലറേഷൻ അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം, അതായത് നമ്മൾ എടുക്കുന്ന ടൈം ഇൻ്റർവൽ എന്ന് പറയുന്നത് വളരെ സ്മോൾ ആണെങ്കിൽ, ഡെൽറ്റ ടിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? 0യ്ക്ക് അടുത്താണെങ്കിൽ, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി പറഞ്ഞപ്പോൾ. അപ്പോൾ ഡെൽറ്റ ടി എന്ന് പറയുന്നത് നെഗ്ലിജിബിളി സ്മോൾ ആണ്, അല്ല അതിൻ്റെ വാല്യൂ ടെൻസ് ടു 0 ആവുകയാണെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0. അപ്പോൾ ഉണ്ടാകുന്ന ആക്സിലറേഷന് പറയുന്ന പേരാണെന്ത്? ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ. എ ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 എ ബാർ. നമുക്കറിയാം ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 എ ബാറിന് പകരം നമുക്ക് എന്തെന്ന് കൊടുക്കാം? ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ കറസ്പോണ്ടിങ് ടൈം ഇൻ്റർവൽ. ഇനി ഈ ലിമിറ്റും ഡെൽറ്റ ബൈ ഡെൽറ്റ ടിക്കൂടെ പകരം നമുക്ക് ഡി വി ബൈ ഡി ടി എന്ന് കൊടുക്കാം. അപ്പോൾ ആവറേജ് ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ എ ഈക്വൽ ടു നമുക്ക് എന്തെന്ന് പറയാം? ഡി വി ബൈ ഡി ടി ആണ്. അതായത് എന്താണ് ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്? ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ ഈസ് ദ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് വെലോസിറ്റി. നമുക്കറിയാം വെലോസിറ്റി എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു? പൊസിഷൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. വി ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഈ വിക്ക് പകരം വേണമെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ അത് ഡി എക്സ് ബൈ ഡി ടി കൊടുത്തുകൂടെ? അപ്പം എന്താ വരും? ഡി ബൈ ഡി ടി ഓഫ് വിക്ക് പകരം ഡി എക്സ് ബൈ ഡി ടി ചെയ്യുമ്പോൾ ഇത് രണ്ടും കൂടെ ഡി ബൈ ഡി ടി അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ആക്സിലറേഷന് രണ്ട് ഇക്വേഷൻ ഉണ്ട്. എ ഈക്വൽ ടു ഡി വി ബൈ ഡി ടി അല്ലെങ്കിൽ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. അതായത് ആക്സിലറേഷൻ എന്ന് പറയുന്നത് വെലോസിറ്റിയുടെ ഫസ്റ്റ് ഡെറിവേറ്റീവും എക്സ് എന്ന് പറഞ്ഞാൽ പൊസിഷനല്ലേ അല്ലെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവുമാണ്. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്മാൾ ഇൻ്റർവൽ ഓഫ് ടൈമിൽ ഉണ്ടാകുന്ന ആക്സിലറേഷനാണ് എന്ന് പറയുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ. അതിന് ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 എ ബാർ എന്ന് എഴുതാം, അല്ലെങ്കിൽ ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി എല്ലാം കൂടെ ചേർത്ത് ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി നമുക്ക് ഡി വി ബൈ ഡി ടി എന്ന് എഴുതാം. അപ്പോൾ ആക്സിലറേഷൻ എ ഈക്വൽ ടു ഡി വി ബൈ ഡി ടി വന്നു. വെലോസിറ്റി എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടുപിടിച്ചാണ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത് ഡി എക്സ് ബൈ ഡി ടി ആണ്. അപ്പോൾ ഇക്വേഷൻ അത് വിക്ക് പകരം ഡി എക്സ് ബൈ ഡി ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ വരും. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ ഈക്വൽ ടു ഡി വി ബൈ ഡി ടി ഈക്വൽ ടു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. വെലോസിറ്റിയുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് ആക്സിലറേഷൻ, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് ആക്സിലറേഷൻ എന്ന് പറയാം. അടുത്തത് നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഫൈൻഡ് ദ ആക്സിലറേഷൻ ഇഫ് വി ഈക്വൽ ടു എ ടി റൈസ് ടു 5 അറ്റ് ടി ഈക്വൽ ടു 2 സെക്കൻഡ് ആൻഡ് എ ഈക്വൽ ടു 2.5. എ എന്ന് പറഞ്ഞാൽ ഈ കോൺസ്റ്റന്റ് വാല്യൂ ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ വെലോസിറ്റിയുടെ ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത് വി ഈക്വൽ ടു എ ടി റൈസ് ടു 5. നമുക്കറിയാം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. നമ്മളിപ്പോൾ പഠിച്ച ആക്സിലറേഷൻ ഈക്വൽ ടു ഡി വി ബൈ ഡി ടി ആണ്. ടൈമിൻ്റെ ഫംഗ്ഷനായിട്ട് തന്നാൽ നമുക്ക് വെലോസിറ്റി ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഡി വി ബൈ ഡി ടി ചെയ്താൽ മതി, അല്ലെങ്കിൽ ഡി ബൈ ഡി ടി ഓഫ് എ ടി റൈസ് ടു 5 ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഡെറിവേറ്റീവിനെ വെളിയിലെടുക്കാം. അപ്പോൾ എ ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ടി റൈസ് ടു 5. ഇനി എ ഇൻറ്റു ടി റൈസ് ടു 5ൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ എടുക്കുന്നത്? 5 ടി റൈസ് ടു 5 മൈനസ് 1. എയുടെ വാല്യൂ തന്നിട്ടുണ്ട് എത്രയാണ്? 2.5 ഇൻറ്റു 5 ഇൻറ്റു ടി റൈസ് ടു 4 അല്ലയോ? ഇനി ടിയുടെ വാല്യൂ എത്ര സെക്കൻഡിൽ ആക്സിലറേഷൻ കണ്ടുപിടിക്കുന്നത്? 2 സെക്കൻഡ്. അപ്പോൾ ടിയുടെ വാല്യൂ നമുക്ക് ഇവിടെ കൊടുക്കാമല്ലോ. അപ്പോൾ 2.5 ഇൻറ്റു 5 ഇൻറ്റു 2 റൈസ് ടു 4 ചെയ്യുമ്പോൾ നമുക്ക് 200 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. ആൻസർ
200 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും 2 സെക്കൻഡിലെ ആക്സിലറേഷൻ. അപ്പോൾ നമുക്കിവിടെ വെലോസിറ്റി ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം ആണ് ഇക്വേഷൻ തന്നിരിക്കുന്നത്. v ഈക്വൽ ടു a(t5) a ഒരു കോൺസ്റ്റന്റ് ആണ്, അതിൻ്റെ വാല്യൂ 2.5 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? dv/dt. v എന്ന് പറഞ്ഞാൽ എത്രയാണ്? a(t5). നമുക്കറിയാം കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ കോൺസ്റ്റന്റിനെ ഇൻ്റഗ്രേഷന് വെളിയിലെടുക്കാം, എന്നിട്ട് a × d/dt ഓഫ് t5. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവിൻ്റെ റൂൾ വെച്ചിട്ട് 5t5 - 1 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടും? 200 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അടുത്ത പ്രോബ്ലം, ഫൈൻഡ് ദ ആക്സിലറേഷൻ ഇഫ് x ഈക്വൽ ടു a പ്ലസ് b t ക്യൂബ് അറ്റ് t ഈക്വൽ ടു 2 സെക്കൻഡ്, a ഈക്വൽ ടു 2.5, b ഈക്വൽ ടു 6.2. അപ്പോൾ നമുക്കിവിടെ ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ പൊസിഷൻ ആണ് തന്നേക്കുന്നത്, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് തന്നേക്കുന്നത്. ഇത്ര a പ്ലസ് b t ക്യൂബ്. നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് ടൈം ഫംഗ്ഷൻ ആയിട്ട് തന്നാൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ അറിയാം എത്രയാണ്? dx/dt ആണ്, അല്ലയോ? കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച്, അതായത് d/dt ഓഫ് a പ്ലസ് b t ക്യൂബ്. അപ്പോൾ ഇത് ഏത് ഫോമില? a പ്ലസ് b ഫോമിലായിട്ട് ഇതിനെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. da/dt പ്ലസ് d/dt ഓഫ് b t ക്യൂബ്. a ഒരു കോൺസ്റ്റന്റ് ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ da/dt ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ 0 ആണ്. b കോൺസ്റ്റന്റ് ആണ് തന്നിട്ടുണ്ട്, അതിനെ എന്ത് ചെയ്യാം? ഡെറിവേറ്റീവിനെ വെളിയിലെടുക്കുക. അപ്പോൾ b × d/dt ഓഫ് t ക്യൂബ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? t ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. അതെങ്ങനെയാണ്? 3t3 - 1 ചെയ്യുമ്പോൾ 3b t² എന്ന് കിട്ടും നമുക്ക്. എന്ത്? വെലോസിറ്റി. അപ്പോൾ വെലോസിറ്റി കിട്ടി എത്രയാണ്? 3b t². വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ചെയ്തോട്ട് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? dv/dt അല്ലയോ? അല്ലെങ്കിൽ d/dt ഓഫ് വിയുടെ വാല്യൂ 3b t². 3b എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്, അതിനെ ഡെറിവേറ്റീവിനെ വെളിയിലെടുക്കുക. അപ്പോൾ 3b × d/dt ഓഫ് t². t²ന്റെ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ 3b × 2t2 - 1, അതായത് 3 × ബിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 6.2 × 2 × t എത്ര സെക്കൻഡിലാണ്? 2 സെക്കൻഡ്. 2 - 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 74.4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിന് കിട്ടും. 74.4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിന് കിട്ടും പ്രോബ്ലം. അപ്പോൾ നമുക്ക് ഇവിടെ തന്നേക്കുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആയിരുന്നു. അപ്പോൾ x ഈക്വൽ ടു a പ്ലസ് b t ക്യൂബ് എന്നാണ് തന്നേക്കുന്നത്. നമുക്ക് ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് തന്നു കഴിഞ്ഞാൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ അറിയാം. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ dx/dt ആണ്. അപ്പോൾ എക്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇപ്പോൾ ഇവിടെ a പ്ലസ് b റൂൾ ആയതുകൊണ്ട് da/dt പ്ലസ് db/dt എന്ന് എഴുതി. ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ 0 ആണ്. രണ്ടാമത്തേനകത്ത് b കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിനെ ഡെറിവേറ്റീവിനെ വെളിയിലെടുക്കാം. ബാക്കി എന്തുണ്ട്? d/dt ഓഫ് t ക്യൂബ് അല്ലെങ്കിൽ b × d/dt ഓഫ് t ക്യൂബ്. t⁻n ഫോം n(t⁻n - 1), അതായത് 3t⁻3 - 1 ചെയ്യുമ്പോൾ 3b t² എന്ന് കിട്ടും. വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? dv/dt ആണ്, അല്ലെങ്കിൽ d/dt ഓഫ് 3b t². അപ്പോൾ അവിടെ 3b കോൺസ്റ്റന്റ് ആണ്, അതിനെ ഡെറിവേറ്റീവിന് വെളിയിലെടുക്കുന്നു. അപ്പോൾ 3b × d/dt ഓഫ് t². അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ 3b × t²നെ 2t2 - 1, എന്നിട്ട് ബാക്കി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 74.4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. അടുത്തത് പൊസിഷൻ ടൈം ഗ്രാഫ്. ഒരു പോസിറ്റീവ് ആക്സിലറേഷൻ്റെ കേസിൽ എങ്ങനെയാണ് പൊസിഷൻ ടൈം ഗ്രാഫ്? ഒരു നെഗറ്റീവ് ആക്സിലറേഷൻ കിട്ടുന്ന കേസിലുള്ള പൊസിഷൻ ടൈം ഗ്രാഫ്, 0 ആക്സിലറേഷൻ കിട്ടുന്ന കേസിലുള്ള പൊസിഷൻ ടൈം ഗ്രാഫ്. ഇത് മിക്കവാറും നിങ്ങളുടെ പരീക്ഷയ്ക്ക് ആ ഗ്രാഫിൻ്റെ ഷേപ്പാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരു പോസിറ്റീവ് ആക്സിലറേഷൻ കിട്ടുകയാണെങ്കിൽ പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, അപ്വേർഡായിട്ടുള്ളൊരു കർവാണ്. ജസ്റ്റ് ആ ഷേപ്പ് മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഇനി ഒരു നെഗറ്റീവ്ലി ആക്സിലറേറ്റഡ് മോഷനാണ് ഗ്രാഫിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഡൗൺവേർഡ് ആയിട്ടുള്ളൊരു കർവാണ്. ഇനി 0 ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴാണ് വരുന്നത്? യൂണിഫോം വെലോസിറ്റിയിലാണ് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു യൂണിഫോം വെലോസിറ്റിയിലുള്ള ഒരു ഒബ്ജക്റ്റിനെ പൊസിഷൻ ടൈം ഗ്രാഫ് വരച്ചിട്ടുണ്ട്. അപ്പോൾ വെലോസിറ്റി യൂണിഫോം ആണെങ്കിൽ അവിടെ എന്തില്ല? വെലോസിറ്റിക്ക് ചേഞ്ച് ഇല്ല. എല്ലായിടത്തും വെലോസിറ്റി സെയിം ആണെങ്കിൽ ആക്സിലറേഷൻ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ പോസിറ്റീവ് ആക്സിലറേഷൻ്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഒരു അപ്വേർഡ് കർവ്, നെഗറ്റീവ് ആക്സിലറേഷൻ്റെ ആണ് ഡൗൺവേർഡ് കർവ്, 0 ആക്സിലറേഷൻ്റെ ആണെങ്കിൽ യൂണിഫോം വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുന്ന ആ ഗ്രാഫ്, അതായത് സ്ട്രെയിറ്റ് ലൈൻ ഇൻക്ലൈൻഡ് ടു ടൈം ആക്സിസ് ആണ്. അപ്പോൾ ഈ 3 ഗ്രാഫിൻ്റെയും ഷേപ്പ് ഓർത്തിരുന്നോണം. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ ഗ്രാഫ് വന്നിട്ട് അത് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഇനി അടുത്തത്
വെലോസിറ്റി ടൈം ഗ്രാഫാണ് പോസിറ്റീവ് ആക്സിലറേഷൻ്റെയും നെഗറ്റീവ് ആക്സിലറേഷൻ്റെയും. അപ്പോൾ ഈ ഫസ്റ്റ് ഗ്രാഫ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ആക്സിലറേഷൻ, ഒരു ഒബ്ജക്റ്റ് പോസിറ്റീവ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു വിത്ത് പോസിറ്റീവ് ആക്സിലറേഷൻ. അപ്പോൾ അവിടെ 0 ടൈമിൽ അതിനൊരു വെലോസിറ്റി ഉണ്ട്, അതാണ് v0. ടി ടൈമിൽ നോക്കുമ്പോൾ അതിൻ്റെ വെലോസിറ്റിയാണ് v എന്ന് പറയുന്നത്. അപ്പോൾ പോസിറ്റീവ് ഡയറക്ഷനിൽ ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നു, ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് v0യേക്കാൾ ഇൻക്രീസ് ചെയ്ത് എവിടെ എത്തുന്നു, വിയിലെത്തുന്നു. അപ്പോൾ ഈ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആക്സിലറേഷനോട് കൂടി പോസിറ്റീവ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന ഗ്രാഫ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇത് പോസിറ്റീവ് ഡയറക്ഷനിൽ തന്നെ മൂവ് ചെയ്യുന്നത്, ബട്ട് ആക്സിലറേഷൻ നെഗറ്റീവ് ആണ്. അതായത് ഇനിഷ്യലി അതിൻ്റെ ടൈം എന്ന് പറയുന്നത് വെലോസിറ്റി എന്ന് പറയുന്നത് v0 ആണ്, അതൊരു ഹയർ വാല്യൂ. ഫൈനലി അതിൻ്റെ വെലോസിറ്റി v ആയി. അതായത് ടൈം കൂടുന്നതനുസരിച്ച് അത് പോസിറ്റീവ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നെങ്കിൽ അതിൻ്റെ വെലോസിറ്റി എന്ത് ചെയ്യാണ്, ഡിക്രീസ് ചെയ്ത് പോവുകയാണ്. വെലോസിറ്റി ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ആക്സിലറേഷനും എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അതായത് ഇതിൻ്റെ സ്ലോപ്പ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്, നെഗറ്റീവ് ആക്സിലറേഷനാണ് ഇവിടെ കിട്ടുന്നത്. വെലോസിറ്റി ഡിക്രീസ് ചെയ്താണ് നമുക്ക് പോകുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഒബ്ജക്റ്റ് പോസിറ്റീവ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നത് എങ്ങനെ, നെഗറ്റീവ് ആക്സിലറേഷനോട് കൂടി. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വരച്ചേക്കുന്ന ആക്സിസ് തന്നെ നെഗറ്റീവ് എക്സ് ആക്സിസ്. അപ്പോൾ ആ ഒബ്ജക്റ്റ് ഏത് ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുന്നത്, നെഗറ്റീവ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് വിത്ത് അതിൻ്റെ വാല്യൂ എന്ത് ചെയ്യാണ്, ഡിക്രീസ് ചെയ്ത് പോകുന്നു. അപ്പോൾ എന്താണ്, നെഗറ്റീവ് ആക്സിലറേഷൻ. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് പോസിറ്റീവ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു, വെലോസിറ്റിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് പോകുന്നു. അപ്പോൾ പോസിറ്റീവ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു വിത്ത് പോസിറ്റീവ് ആക്സിലറേഷൻ. ഇനി ഇവിടെ ആണെങ്കിലോ പോസിറ്റീവ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു, വെലോസിറ്റിയുടെ വാല്യൂ ഡിക്രീസ് ചെയ്ത് വരുന്നു. അപ്പോൾ പോസിറ്റീവ് ഡയറക്ഷൻ വിത്ത് നെഗറ്റീവ് ആക്സിലറേഷൻ. അടുത്തതാണെങ്കിലോ നെഗറ്റീവ് ആക്സിസ് തന്നെയാണ് വരച്ചത്, അപ്പോൾ അത് നെഗറ്റീവ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു എങ്ങനെ, നെഗറ്റീവ് ആക്സിലറേഷനോട് കൂടി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഈ ഡയഗ്രം എക്സ്പ്ലെയിൻ ചെയ്യാമല്ലോ. അതായത് 0 തൊട്ട് t1 വരെ ഇതിന്റെ വെലോസിറ്റി എങ്ങനെയാണ്, ഇത് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്, പോസിറ്റീവ് ഡയറക്ഷനിൽ. ഇവിടെ വെലോസിറ്റി എന്ത് ചെയ്യാണ്, ഡിക്രീസ് ചെയ്ത് എവിടെ എത്തുന്നു, 0-ൽ. അപ്പം നമുക്ക് എന്താ പറയാ, പോസിറ്റീവ് ഡയറക്ഷനിൽ എങ്ങനെ മൂവ് ചെയ്യുന്നു, ഈ ഗ്രാഫാണ് ഇവിടെ വന്നിരുന്നത്. പോസിറ്റീവ് ഡയറക്ഷനിൽ എങ്ങനെ മൂവ് ചെയ്യുന്നു, നെഗറ്റീവ് ആക്സിലറേഷനോട് കൂടി മൂവ് ചെയ്യുന്നു. ബാക്കി പോർഷനിലാണെങ്കിലും അത് എങ്ങോട്ടാണ് പോകുന്നത്, നെഗറ്റീവ് ഡയറക്ഷനിലല്ലേ. അതായത് നെഗറ്റീവ് ഡയറക്ഷനിൽ എങ്ങനെ, നെഗറ്റീവ് ആക്സിലറേഷനോട് കൂടി. ഇതാണെങ്കിൽ പോസിറ്റീവ് ഡയറക്ഷൻ വിത്ത് നെഗറ്റീവ് ആക്സിലറേഷൻ. t1 to t2 അതെങ്ങനെയാണ്, നെഗറ്റീവ് ഡയറക്ഷൻ വിത്ത് നെഗറ്റീവ് ആക്സിലറേഷൻ. അപ്പോൾ ഈ ഗ്രാഫും കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കുക.